സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിന്നെക്കാൾ പൊക്കവും ബലവും വലിപ്പവുമുള്ള ഒരു ജാതിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ബലഹീനത കഴിയുന്നില്ല. അർത്ഥം പറയുന്നത് ബലഹീനനായ ഒരു വ്യക്തിക്ക് യുദ്ധത്തിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൽ നീ ധൈര്യത്തോടെ ബലത്തോടെ പോകണമെങ്കിൽ നിന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കണം. ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്ന രാത്രി 12 മണിക്ക് നീ ഇറങ്ങി പോകും. നീ ഇരുട്ടിനെ പേടിക്കത്തില്ല. ദൈവം കൂടെയുള്ളത് വിശ്വസിക്കുന്നവൻ ഇരുട്ടിനെ പേടിക്കത്തില്ലെന്നോ മനസ്സിലായ രാമേ പറ. അകത്തെ ശക്തി ഇല്ലാത്തവൻ 12 മണിക്ക് കവറുള്ളത് വെളിയിലിറങ്ങാൻ പേടിക്കും. ഇന്ന് രാത്രി ഇരുട്ടിനെ പേടിക്കുന്നതിന്റെ ഭയം ഇപ്പോൾ മാറിപ്പോട്ടെ. അകത്തറിവ് നടന്നു ഇരുട്ടിനെ മനസ്സിലാകുന്നുണ്ടോ? നിന്നെക്കാൾ വലിപ്പവും പൊക്കമുള്ള ജാതിയെ നേരിടാൻ പോകണമെങ്കിൽ നിനക്കൊരു ശക്തി വേണം. രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് പോകും. നീ പേടിക്കണം. നിന്റെ അകത്ത് ശക്തിയുണ്ടെങ്കിൽ നീ പറയും ഞാൻ രാത്രി 12 മണിക്ക് പോകും. ശക്തിയാണ്. ശക്തി ഭയത്തെ മാറ്റും. അതാ ഹോളി സ്പിരിറ്റ്. അതിനാണ് വിശുദ്ധ ആത്മാവെന്നാണ്. പരിശുദ്ധ ആത്മാവെന്നാണ്. പരിശുദ്ധ ആത്മാവുള്ള നിന്നെ ഒരു അശുദ്ധ ആത്മാവിന് തൊടാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടോ? ഒരു ദുരാത്മാവിന് നിന്നെ തൊടാൻ പറ്റില്ലെന്ന്. ദുരാത്മാവുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവുള്ള നിന്റെ അടുക്കൽ അത് വരത്തില്ല. പിടിക്കാൻ കഴിവുള്ളവന്റെ പുറകെ വരത്തുള്ളൂ. മനസ്സിലാകാൻ ആദ്യമുള്ള പരിശുദ്ധാത്മാവ് നിന്റെ ഉണ്ടോ? നിന്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? നീ പോലും അറിയാതെ നിന്നിൽ നിന്ന് ശക്തി പുറപ്പെടും. നീ പോലും അറിയാതെ ഇരുട്ടിലിരിക്കുന്ന ദേശം വെളിച്ചം കാണും. നീ പോലും അറിയാതെ പ്രകാശം ഉണ്ടാകും. എന്ന് പകർന്ന് നിന്റെ മേൽ ശക്തി ഉണ്ട്. നീ ബലഹീനനായിരിക്കെ, നീ പുറത്തെ ബലഹീനനായിരിക്കെ നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് അത് മഹാശക്തി. അത്
അപ്പൊ ബലവാനും ശക്തനും വലിപ്പം കൂടിയവരൊക്കെയായ പ്രതികൂലം ഇങ്ങനെ കയറി വരുമ്പോൾ പേടിച്ച് പോകാൻ പാടില്ല. പ്രതികൂലത്തെ നീ ഇങ്ങനെ അതേ വഴി മറുപടി നൽകും. ചിലർ പറയട്ടെ, അതേ നായത്തിൽ ഞാൻ നീ തിരിച്ചെടുത്തു. അവൻ ബലവാനാണെങ്കിൽ, അവൻ ശക്തിയുള്ളവനാണെങ്കിൽ, അവൻ വലിപ്പമുള്ളവനാണെങ്കിൽ അവനേക്കാൾ ശക്തിയോടെ ഞാൻ അവനെതിരെ പോകും, അവനേക്കാൾ ബലത്തോടെ ഞാൻ അവനെതിരെ പോകും, അവനേക്കാൾ വലിപ്പമുള്ളവനായി ഞാൻ അവന്റെ മുമ്പിൽ പോകും. നിന്റെ വലിപ്പം ചെറുപ്പം നീ നോക്കണം. യുദ്ധം ചെയ്യുന്നത് നീയല്ല, നിന്നേക്കാൾ വലിപ്പം പുറത്തുള്ളവനായി യുദ്ധം ചെയ്യാൻ പോകും. പക്ഷേ നീ ഒന്ന് സമർപ്പിച്ചുകൊണ്ടാൽ മാത്രമല്ല. യുദ്ധം ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. യുദ്ധത്തിന് എനിക്ക് ഭയമില്ലെന്ന് പറഞ്ഞാൽ മതി. ശക്തി എപ്പോൾ വരും? ആയുധം ശത്രുവിനെതിരെ പോകുമ്പോൾ ആയുധമില്ലാതെ പോകാൻ പാടില്ല. ആയുധം ഇട്ടുകൊണ്ടോണം പോകണം. ഈ ആയുധമാണ് പ്രാർത്ഥന എന്ന ആയുധം. വിശുദ്ധി എന്ന് പറയുന്നത് വലിയൊരായുധമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് പരിചയമാണ്. ക്രൈസ്തവ മറക്കരുത്. വിശുദ്ധി എന്ന് പറയുന്നത് അത് പരിചയമാണ്. വിശുദ്ധിന്റെ പേരുണ്ടോ പ്രാർത്ഥനാത്മ കുറവുണ്ടായിരുന്നാലും കുഴപ്പമില്ല, ആരാധനാത്മ കുറവുണ്ടായിരുന്നാൽ കുഴപ്പമില്ല. വിശുദ്ധി അതൊരു പരിചയമാണ്. ദൈവത്തിന് തോന്നുന്നില്ല. അമ്മേ, വിശുദ്ധിന്റെ പേരുണ്ടോ ശത്രുവിനെ തൊടാൻ പറ്റില്ല. ഇത് വിശുദ്ധിന്റെ കണക്ക് മനസ്സിലായ ദൈവത്തിന് തോന്നുന്നില്ല. പ്രാർത്ഥന അതൊരു ആയുധമാണ്. പരിശുദ്ധാത്മാവ് അതൊരായുധമാണ്. ആരാധന അതൊരായുധമാണ്. ഈ ആയുധത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ രാജാവാണ്. ദൈവത്തിന് തോന്നുന്നില്ലാതെ നീ നോക്കുന്ന രാജാവല്ല, ജയിക്കുന്ന രാജാവാണ്. ദൈവത്തിന് സ്വന്തം ചെയ്യാം. ശക്തിയുടെ ദൈവത്തിന് കരക്കട്ടി എന്ന് മറന്നു വരുത്താതെ ഞാൻ രാജാവാകും.